ഏത് തലത്തിൽ ചെല്ലുമ്പോഴാണ് സൂക്ഷ്മത നിൽക്കുന്നത്? ഓരോ വിഷയം തട്ടി തട്ടി എങ്ങനെ പോവുകയാണ്. പറയും ഏത് തലത്തിൽ ചെല്ലുമ്പോഴാണ് സൂക്ഷ്മത എന്ന് പറയുന്ന ഒരു കാര്യമില്ലല്ലോ. ഇത് ഈ ബുദ്ധനോടോ കൺഫ്യൂഷ്യസിനോടോ ഒക്കെ സംസാരിച്ചെന്ന് പറയുമ്പോൾ അന്നും ചെയ്തിരുന്ന എന്താണ്, ഞാൻ ഈ അല്ലാതാകുന്നതിന് മുമ്പ് ഇപ്പോഴും എന്ത് ചെയ്യുന്നതാണ്, അന്നും ചെയ്യുന്നതിന് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത് ഇപ്പോഴും ചെയ്ത ഏതോ ഒരു സ്വാമി പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ടുണ്ട്, അന്ന് ഞാൻ ഇങ്ങനെ പുല്ല് പറിച്ചുകൊണ്ടേയിരുന്നു, ഇന്ന് ഞാൻ പുല്ല് പറിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ബോധാതീതനായിരിക്കുന്ന ഒരാളൊരു വലിയ പ്രത്യേകതയൊന്നും എടുത്തു പറയത്തക്കതായിട്ടില്ല. പിന്നെ അഷ്ടസിദ്ധികളോ ക്ഷുദ്രസിദ്ധികളോ ഗുണസിദ്ധികളോ ഒക്കെ നേടിയവർക്ക് അങ്ങനെയുള്ള അത്ഭുതങ്ങളും കാണിക്കാം. അതെല്ലാം മനസ്സിന്റെ തലത്തിൽ അത്ഭുതങ്ങൾക്ക് മനസ്സിന്റെ അനന്ത ഊർജങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സിദ്ധിവിശേഷങ്ങൾ ബാഹ്യമായിട്ടല്ല ഞാൻ ചോദിച്ചത്, ആന്തരികമായി ബോധാതീതം എന്ന് പറയുന്ന സിദ്ധികളുടെ തലങ്ങൾ പോലും അല്ല. എന്താണോ ഉള്ളത് അതിനെ സ്വയം ബോധ്യപ്പെട്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഒന്നും നേടാനില്ലല്ലോ. സിദ്ധി ഈ ജ്ഞാനത്തിന്റെ അതിനെ സർവ്വസിദ്ധത്വവും സർവജ്ഞത്വം എന്ന് പറഞ്ഞൊക്കെ രണ്ടായിട്ട് പറയുന്നു വേദാന്തം. സർവജ്ഞത്വം എന്ന് വെച്ചാൽ ജ്ഞാനിയായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒന്ന് നേടുക പോലും അല്ല. അയാൾ എന്തായിരുന്നു അതിലേക്ക് അയാൾ തിരിച്ചെത്തി, അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞു. അജ്ഞാനിയും ജ്ഞാനിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ. എന്താണോ സ്വയം അത് തിരിച്ചറിയാതിരിക്കുന്ന അജ്ഞാനി, എന്താണോ സ്വയമായിട്ടുള്ളത് അത് തിരിച്ചറിഞ്ഞാൽ ജ്ഞാനി. ഇത്രയും വ്യത്യാസമുള്ളൂ. അതിന് പിന്നെ കുറെ കടമ്പകളുണ്ട്, സൂക്ഷ്മതകൾ. അപ്പോൾ ബോധത്തിന്റെ അനന്തതലത്തിലേക്ക് എത്താൻ ഒരു വ്യക്തിക്ക് ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാണ് ശൈവ സിദ്ധന്മാരുടെയൊക്കെ സമ്പ്രദായങ്ങളിലൂടെ നമ്മൾ പോകുമ്പോഴും മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ആധുനിക സമൂഹത്തിലെ ഓരോ യുവാവും ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക മാർഗം എല്ലാവർക്കും ആശാസ്യമായിരിക്കത്തില്ല. ഏതെങ്കിലും അതിനെ നമുക്ക് ഖണ്ഡിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ധ്യാനം തന്നെയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മാർഗത്തിലൂടെയാണോ ഒരു ആചാര്യൻ സൂക്ഷ്മതയിലേക്ക് എത്തിയത്, ആ മാർഗം മാത്രമാണ് ശരിയെന്ന് ആ ആചാര്യൻ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് മുന്നിലെത്തിയ വ്യക്തിയുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ചിന്തയുടെയും ഒക്കെ ഘടന അനുസരിച്ച് അതായിരിക്കണമെന്നില്ല പ്രധാനമായിട്ടുള്ളത്. അയാളെ നിർബന്ധിച്ച് അതിലേക്ക് ഇടുമ്പോൾ അയാൾക്ക് ഒരിക്കലും ഈ ആശ അല്ലെങ്കിൽ ഈ പറഞ്ഞു കൊടുക്കുന്ന ഗുരു എത്തിയ ബോധതലത്തിൽ പോലും എത്താൻ സാധിച്ചെന്നിരിക്കില്ല. സാറിന്റെ അടുത്ത് വരുന്ന ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഇത് കേട്ടിട്ടുണ്ട്. ഏത് തലത്തിലും ഏതു സാഹചര്യങ്ങളിലും നിന്ന് സാറിന്റെ അടുത്ത് ചോദ്യം ചോദിച്ചാലും സാറിന് അതിന് ഉത്തരം പറയാൻ പറ്റുമെന്ന്. ഉത്തരം പറയാൻ കഴിയണം. കാരണം ഞാൻ ഒന്നിലേക്കും ആളുകളെ നിർബന്ധപൂർവ്വം നയിച്ചിട്ടില്ല. ഒരു കാര്യവും എൻ്റെ അടുക്കൽ ശിഷ്യരായിട്ട് കൂടിയിട്ടുണ്ടായിരുന്ന കുട്ടികളും വലിയവരും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരോടൊന്നും തന്നെ നിർബന്ധപൂർവ്വം ഇങ്ങനെ ചെയ്യൂ, ഇപ്പൊ വെളുപ്പിന് എഴുന്നേറ്റേ വെക്കൂ, നിർബന്ധം പിടിക്കുകയില്ല. മാംസഭക്ഷണം ഒഴിവാക്കൂ, നിർബന്ധം പറഞ്ഞു. ഇന്ന് വരെ ആരോടും മാംസഭക്ഷണം നിർത്താൻ പറഞ്ഞില്ല. പക്ഷെ എൻ്റെ അടുക്കൽ വന്നു കഴിയുമ്പോൾ തന്നെ നിലച്ചു പോയതായിട്ടേ കണ്ടിട്ടുള്ളൂ. കാരണം അവരുടെ ബോധം വികസിക്കുമ്പോൾ മാംസഭക്ഷണത്തിനെ അവർ സ്വയം ഒഴിവാക്കും. പിന്നെ അവർക്ക് എന്താണോ അവര് ഈസി ആയിട്ട് ഇരുന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അതിലൂടെ പോകാനേ പറഞ്ഞു കൊടുക്കാം. അവരുടെ സത്വരജസ് തമോ ഗുണ പ്രധാനമായ മനസ്സും ശരീരവും ആണ് എല്ലാവർക്കും ഉള്ളത്. ഓരോരുത്തർക്കും അതിന്റെ പരസ്പര പൂരണം വ്യത്യസ്തമായിരിക്കും. അംശബന്ധ വ്യത്യാസം ഒരുപാടായിരിക്കും. എൻ്റെ മനോഘടനയായിട്ട് വേറൊരാളും ജനിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഈ ചോദ്യം ചോദിക്കുന്ന ആളുടെയും മനോഘടനയായിട്ട് വേറൊരാളും ജനിക്കണമെന്നില്ല. അവർക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് എപ്പോഴൊക്കെയാണ് ഭാരമായി തോന്നുന്നെങ്കിൽ ആ ഭാരത്തിൽ മോചിപ്പിക്കാനും സാധിക്കണം. എപ്പോഴൊക്കെ ശിഷ്യൻ അല്ലെങ്കിൽ ശ്രോതാവിന് അല്ലെങ്കിൽ അനുവർത്തകൻ നമ്മൾ പറയുന്നതിനെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ആളിന് ഭാരമായി വരുന്നു, അവിടുന്ന് അയാളെ രക്ഷിക്കണം. ഭാരപ്പെട്ടുകൊണ്ട് യാതൊന്നും ചെയ്യാൻ പാടില്ല. ബലാലൊന്നും നമ്മൾ കയറി അനാവശ്യമായി ചെയ്യരുത്. പക്ഷെ ഹഠയോഗം പഠിക്കുമ്പോൾ ഹഠാൽ അഥവാ ബലാൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറയും, ശരീരത്തിനെ അനുസരിപ്പിച്ചൊക്കെ എടുക്കാൻ വേണ്ടി. അതിനനുസരിച്ചുള്ളവരോടേ പറയും. യോഗ തന്നെ ഞാൻ എത്രയോ വർഷമായി പരിശീലിച്ചു. യോഗ ഞാൻ ഒട്ടും പറഞ്ഞു കൊടുക്കാതെ മുന്നിലേക്ക് നയിച്ച ആളുകളുമുണ്ട്. അവരോട് യോഗ പറയില്ല. പിന്നെ ഞാൻ ഗുരുവാണ്, നീ ശിഷ്യനാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവർ തന്നെ പറയും ഞാൻ ശിഷ്യനാണ്. ഓ എങ്കിൽ ശരി, ഞാൻ ശിഷ്യനാണ്, ഞാൻ ഗുരുവാണ്, നീ ശിഷ്യനാണ്, നീ എല്ലാം എന്നോട് ഒന്ന് പറയണമെന്നോ എല്ലാം ഞാൻ പറയുന്നത് തന്നെ കേൾക്കണമെന്നൊന്നുമില്ല. സ്വാതന്ത്ര്യത്തിന്റെ പരമകോടിയിലേക്ക് നയിക്കുക, അങ്ങനെ ബോധത്തിന്റെ അനന്ത സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക, അതാണ് വേണ്ടത്. അപ്പൊ ബാഹ്യമായിട്ടുള്ള ഈ അത്യാവശ്യം അവന്റെ ശരീരവും മനസ്സും ബുദ്ധിയും സുതാര്യമായി നിലനിന്ന് പോവേണ്ടതായ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ഏത് സ്വാതന്ത്ര്യത്തിലേക്കാണ് എനിക്ക് എത്തിക്കാൻ സാധിക്കുക? അവന് സുഖമായി ഉറങ്ങണം, സുഖമായി ചിന്തിക്കണം, ചിന്തയുടെ അനന്ത സൂക്ഷ്മതയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ ബോധ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എങ്കിൽ ഞാൻ പറയുന്നതോ പഠിപ്പിക്കുന്നതോ ഒന്നും ഫലിക്കുന്നില്ല എന്നർത്ഥം. 1000 മണിക്കൂർ ധ്യാനിച്ചു, 1000 ദിവസങ്ങൾ ധ്യാനിച്ചു, എന്നിട്ടും അനന്തമായ കാര്യത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാനും അറിയുന്നില്ല, ചിന്തിക്കാനും അറിയുന്നില്ല, പ്രവർത്തിക്കാനും അറിയുന്നില്ല. പുരോഗമനം സംഭവിച്ചിട്ടില്ല. പുരോഗമനം എന്ന് പറയുന്നത്
മുകളിലേക്കുള്ള യാത്ര, ബോധത്തിന്റെ അനന്തതയിലേക്കുള്ള യാത്ര, അതാണ് പുരോഗമനം. ബോധതലത്തിലുള്ള പുരോഗമനം സംഭവിക്കുന്നത് ബാഹ്യമായ കെട്ടിടം കെട്ടിപ്പൊക്കലല്ല, അല്ലെങ്കിലുള്ള ആഡംബര വസ്തുക്കളുടെ നേട്ടമോ ഒന്നുമല്ല. ആന്തരികമായ പുരോഗമനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്ന് വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ചലനം കൊണ്ടും ചിന്ത കൊണ്ടും നോട്ടം കൊണ്ടും ശരീരഘടന കൊണ്ടും ഒക്കെ നമുക്ക് തിരിച്ചറിയാനുള്ളൂ. ആ പുരോഗമനം സംഭവിക്കുന്നില്ല എങ്കിൽ അയാളുടെ ഈ 1000 മണിക്കൂറുള്ള ധ്യാനവും ഇത്രയും കാലത്തെ ജപവും അല്ലെങ്കിൽ ധ്യാനവും ഒന്നും കൊണ്ട് യോഗ കൊണ്ട് ഒന്നും അർത്ഥമുണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കണം.